Okay, good morning, dears. So, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ദി റെസ്റ്റ് ഓഫ് ദി സ്റ്റേജസ് ദാറ്റ് കംസ് ആഫ്റ്റർ ദി ജെലാറ്റിനൈസേഷൻ ആണ്. കുക്ക്ഡ് സ്റ്റാർച്ചിൽ വരുന്ന ചേഞ്ചസ് ആണ്. വെച്ചാൽ ഓൾറെഡി സ്റ്റാർച്ച് തിക്കൻ ചെയ്ത് അത് ജെലാറ്റിനൈസേഷൻ നടന്ന് കഴിഞ്ഞതിന് ശേഷം വരുന്ന ചേഞ്ചസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ജെൽ ഫോർമേഷൻ അല്ലെങ്കിൽ ജലേഷൻ. ഓക്കെ, സോ ജലേഷൻ ടേക്സ് പ്ലേസ് വൈൽ ദി സ്റ്റാർച്ച് പേസ്റ്റ് ഇസ് കൂൾഡ്. ഓക്കെ, അത് കൂൾ ചെയ്യുമ്പോഴാണ് അത് നടക്കുന്നത്. ഈ ടൈമിൽ സ്റ്റാർച്ച് ഗ്രാനുൾസ് ഓൾറെഡി ജെലാറ്റിനൈസ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ഓൾറെഡി സ്വെൽഡ് അപ്പ് and settled. Okay, so this is a gradual process. Gelation is a gradual process and it occurs over a period of time as the paste just cools down. ഈ ടൈമിൽ വാക്സി വെറൈറ്റീസ് ഓഫ് സ്റ്റാർച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർ എന്ന് വെച്ചാൽ അവിടെ അമൈലോസ് ഇല്ല ആൻഡ് ഇറ്റ് ഡു നോട്ട് ഫോം ദി ജെൽ. ഓക്കെ, ദിസ് ഫോർ എക്സാമ്പിൾ starches with larger amount of amylose like cornstarch form firmer gels than starches with a lower concentration of amylose like tapioca. എന്നുവെച്ചാൽ ലോവർ കോൺസെൻട്രേഷൻ ഓഫ് അമൈലോസ് ആണെന്നുണ്ടെങ്കിൽ അത്ര ഫേം ആകൂല. നേരെ മറിച്ച് ഹയർ അമൈലോസ് കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റാർച്ചൊക്കെ പോലെ ഒന്നുകൂടി ഫെർമർ ജെൽ എന്ന് വെച്ചാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ലിക്വിഡ്സൊക്കെ ആയിട്ട് സോസസൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാകുക. നമുക്കറിയാം കോൺസ്റ്റാർച്ചിൻ്റെ അത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വരും അല്ലേ. അപ്പം അമൈലോസ് കണ്ടൻറ്റിനനുസരിച്ച് ജലേഷൻ്റെ ഇത് മാറും. ഇവിടെ the bonding with amylose molecules begins immediately after cooking and these bonds between the long chain amylose molecules are strong. Okay, amylose molecules തമ്മിലുള്ള ബോൺസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഫോംസ് ഫാസ്റ്റ്. ഓക്കെ, കോൺസ്റ്റാർച്ച് തിക്കൻ ചെയ്യുന്നതിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ആൻഡ് ദിസ് ബോണ്ടിങ് പ്രൊഡ്യൂസസ് എ 3D സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ ജെൽ. ഓക്കെ, ഒരു പക്ക ജെല്ലി അല്ലെങ്കിൽ പുഡിംഗ് ടൈപ്പിലൊരു പക്ക 3D സ്ട്രക്ചർ ഫോം ചെയ്യും വിത്ത് ദി amylose molecules forming a network that holds water in its meshes. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ പുഡിങ്ങിൻ്റെ കേസൊക്കെ ആലോചിക്കുക. കോൺസ്റ്റാർച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കണ കേസ് ആലോചിച്ചാൽ മതി. ഇവിടെ അമൈലോസ് അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി വന്നുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് ആക്കിയതിന് ശേഷം കുക്ക് ചെയ്തതിന് ശേഷം ഇത് ലോങ് ചെയിൻസ് ഫോം ചെയ്യും അമൈലോസ് മോളിക്യൂൾസ്. എന്നിട്ട് ഈ ചെയിൻസ് തമ്മിൽ നല്ല സ്ട്രോങ് ബോൺസ് ഫോം ചെയ്തിട്ട് ഒരു 3D സ്ട്രക്ചറായിട്ട് ഒരു ജെല്ലി അല്ലെങ്കിൽ ഒരു പുഡിങ് ഒരു ജെൽ ടൈപ്പ് സാധനം ഉണ്ടാകുകയാണ് ചെയ്യുക. ഇൻ ദിസ് ദി അമൈലോസ് മോളിക്യൂൾസ് ഫോംസ് എ നെറ്റ്വർക്ക്. ഒരു വല പോലെ ആക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വലേൻ്റെ ഹോൾസിൽ വാട്ടർ മോളിക്യൂൾസിനെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുക. ദിസ് കോസസ് ദി സ്റ്റാർച്ച് മിക്സ്ചർ ടു ബിക്കം മോർ റിജിഡ്. ഓക്കെ, ആ റിജിഡിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ കൂൾ ചെയ്യുന്നതിനനുസരിച്ച്. ഇതാണ് അതിൻ്റെ സ്റ്റേജ്. ഇത് നമ്മൾ ജെലാറ്റിനൈസേഷൻ നടക്കുന്നതിന് മുന്നത്തെ സ്റ്റേജാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടിയും അത് ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുക. ഒന്നും കൂടിയും ബൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ട് പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ അതൊരു ജെല്ലായിട്ട് മാറും. ഒരു പുഡിങ്ങോ അങ്ങനത്തെ തരത്തിൽ മാറുമ്പോൾ നമുക്ക് കാണാം ഇതാണ് അമൈലോസ് മോളിക്യൂൾസ്. ഓക്കെ, ഇതിൻ്റെ അടിയിൽ വാട്ടർ മോളിക്യൂൾസ് ഹോൾഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പുഡിങ് വെറ്റായിട്ടുള്ളൊരു ജെൽ ടൈപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യാണ് ചെയ്യുക. 3D സ്ട്രക്ചർ ഇങ്ങനെ കണക്ഷൻ ഫോം ചെയ്തിട്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജാണ് റെട്രോഗ്രഡേഷൻ. ഈ സമയത്ത് എന്താ നടക്കുകച്ചാൽ ഈ സ്റ്റാർച്ച് തിക്കൻ ചെയ്ത് അത് ജെല്ലായതിന് ശേഷം അഡീഷണൽ ബോണ്ട് വീണ്ടും ഫോം ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ മോളിക്യൂൾസിൻ്റെ അടിയിൽ ഓൾറെഡി ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റായതിന് ശേഷം വീണ്ടും കുറേ ബോൺസ് അത് തമ്മിൽ ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ ഒന്നും കൂടി അഡീഷണൽ കുറേ ബോൺസ് ഫോം ചെയ്യുമ്പോൾ ഈ അമൈലോസ് മോളിക്യൂൾസിൻ്റെ അടിയിൽ ഫോം ചെയ്യുമ്പോൾ വീണ്ടും ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന സമയത്ത്. എന്ന് വെച്ചാൽ ജെല്ലായിന് മാറ്റിയതിന് ശേഷം ഫോർ എക്സാമ്പിൾ പുഡിങ്ങൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഈ സ്റ്റോറേജിൻ്റെ സമയത്താണ് ഇത് നടക്കുക റെട്രോഗ്രഡേഷൻ. ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ ഇത് വീണ്ടും കൂൾ ചെയ്ത് കുറേ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു സ്റ്റാർച്ച് കുറച്ചും കൂടി ലെസ് സോളിബിൾ ആവാണ് ലൈക്ക് ഇൻ ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. ആ സമയത്താണ് റെട്രോഗ്രഡേഷൻ നടക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഫ്രഷ്ലി പാക്ക്ഡ് ആയിട്ടുള്ള ചപ്പാത്തീസൊക്കെ സോഫ്റ്റും പ്ലയബിൾ ആയിക്കാരം. ഓക്കെ, അലാസ്റ്റിക് ആയിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഈ ചപ്പാത്തി നമ്മൾ പരത്തിന് ശേഷം ചില വീട്ടിലൊക്കെ കാണാം ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കും. ഓക്കെ, സ്റ്റോർ ചെയ്യും കുറച്ചും കൂടി. ആ സ്റ്റോർ ചെയ്യണതിനനുസരിച്ച് അത് ഹാർഡ് ആൻഡ് ബ്രിട്ടിലായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ സോഫ്റ്റ്നെസ് പിന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ ആ ബോണ്ട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട്
ആളൊന്നും കൂടി സോഫ്റ്റ് ആൻഡ് പ്ലയബിൾ ആവുന്നതിന് പകരം അത് അങ്ങനെ സോഫ്റ്റായിട്ട് നിലനിൽക്കുന്നതിന് പകരം അതൊന്നും കൂടി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ അമൈലോസിൻ്റെ കാരണം കൊണ്ടാണ് റിട്രോഗ്രഡേഷൻ നടക്കുന്നത്. അത് അത്യാവശ്യം അമൈലോസ് കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിട്രോഗ്രഡേഷൻ നടക്കും ദാൻ ദി അമൈലോപെക്റ്റിൻ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അമൈലോപെക്റ്റിൻ കണ്ടൻറ്റാണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ റിട്രോഗ്രഡേഷൻ ഒന്നും കൂടി സ്ലോ ആയിരിക്കും. നേരെ മറിച്ച് അമൈലോസ് ആണെങ്കിൽ ഒന്നും കൂടി സ്പീഡിൽ റിട്രോഗ്രഡേഷൻ ഒന്നും കൂടി പെട്ടെന്ന് ഹാർഡായി പോകും. ഓക്കെ, അപ്പം ഈ റിട്രോഗ്രഡേഷന് ഒരു സ്റ്റെയിലിങ് ആണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാം. നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ അങ്ങനെ ഹാർഡാവണതിനൊക്കെ ചപ്പാത്തി അതേപോലെ ബ്രെഡൊക്കെ തണുത്താൽ ഹാർഡാവുമല്ലോ, അതിനാണ് സ്റ്റെയിലിംഗ് എന്ന് പറയാം. ഈ സമയത്ത് ക്രംബ് സ്ട്രക്ചറൊക്കെ ഒന്നും കൂടി ഹാർഡാകും, ഫിസിക്കൽ ചേഞ്ചസ് വരും, ബ്രാഞ്ചഡ് ചെയിൻസ് ഒക്കെ നടന്നത് വെച്ചാൽ വീറ്റ് സ്റ്റാർച്ച് മോളിക്യൂൾസിൻ്റെ അവിടെ ബ്രാഞ്ചഡ് ചെയിൻസ് ഫോം ചെയ്തിട്ടാണ് ഈ റിട്രോഗ്രഡേഷൻ നടക്കുന്ന ബ്രെഡിൻ്റെ ഒക്കെ കേസിലാകുമ്പോൾ. ഓക്കെ, അങ്ങനെയാണ് അവിടെ ബോണ്ടിങ് നടക്കുന്നത്. സോളൻ ഗ്രാന്യൂൾസിൻ്റെ വീറ്റ് സ്റ്റാർച്ച് മോളിക്യൂൾസ് തമ്മിൽ ബ്രാഞ്ചഡ് ചെയിൻസ് ഫോം ചെയ്തിട്ട് ഒന്നും കൂടി സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. ആൻഡ് ഈ അമൈലോസൊക്കെ പെട്ടെന്ന് ഇനീഷ്യൽ കൂളിങ്ങിൽ തന്നെ പെട്ടെന്ന് റിട്രോഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് പെട്ടെന്ന് ബ്രെഡൊക്കെ തണുത്ത് പോയി സ്റ്റെയിലായി പോകുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഫോം. പിക്ചർ നോക്കുമ്പോൾ യൂഷ്വലി ജെലാറ്റിനൈസ്ഡ് സ്റ്റാർച്ച് എങ്ങനെയാണ് ഉണ്ടാകുക, കൂള് ചെയ്യുന്നതിനനുസരിച്ച് എന്താകും, വാട്ടർ മോളിക്യൂൾസ് കുറച്ചൊക്കെ പുറത്ത് പോയി സ്റ്റാർച്ച് ഒന്നും കൂടി തിക്കൻ ചെയ്യാണ്. ഇത് തമ്മിൽ എന്ന് വെച്ചാൽ ഇത്രയും സ്പ്രെഡായി നിന്നതിന് സ്റ്റാർച്ച് മോളിക്യൂൾസ് അല്ലെങ്കിൽ അമൈലോസ് മോളിക്യൂൾസ് കൂടുതൽ ബൈൻഡ് ചെയ്ത് ക്ലോസ് ആയി ഒന്നും കൂടി ചുരുങ്ങുകയാണ് ചെയ്യുക. അങ്ങനെ വാട്ടർ മോളിക്യൂൾസ് പുറത്ത് പോയിട്ട് അത് സ്റ്റെയിൽഡ് ബ്രെഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ തണുത്തിട്ടുള്ള ആ ഒരു കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് സിനറസിസ്. ഓക്കെ, അപ്പോൾ റിട്രോഗ്രഡേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സ്റ്റേജാണ് സിനറസിസ്. ഇവിടെ വീണ്ടും നടക്കണം എന്താ വെച്ചാൽ ആ ഒരു ഞാൻ പറഞ്ഞു ബോൺസ് ഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ചെയ്യണതിനനുസരിച്ച് എന്ത് നടക്കുന്നുണ്ട്, വീണ്ടും ബോൺസ് ഫോം ചെയ്തിട്ട് ഹാർഡായ സാധനം കുറച്ചും കൂടി ക്രിസ്റ്റലൈനായിട്ടുള്ള സ്ട്രക്ചറിൽ നിന്ന് എന്ത് നടക്കുന്നുണ്ട്, ആ അമൈലോസ് മോളിക്യൂൾസ് വീണ്ടും ടൈറ്റാവും. ഓക്കെ, ബോൺസ് വീണ്ടും ഫോം ചെയ്ത് ഒന്നും കൂടി നല്ല തിക്കായി നല്ലോണം ടൈറ്റായിട്ട് ഈ ജെൽ നെറ്റ്വർക്ക് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും, ചുരുങ്ങിപ്പോകാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്തിയ വാട്ടർ മോളിക്യൂൾസൊക്കെ ഈ ഒരു 3D സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് തള്ളാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനൊരു വീപ്പിംഗ് ഓഫ് ജെൽ എന്നും പറയാറുണ്ട് സിനറസിസ് എന്നുള്ള പ്രോസസ്സിന്. നമുക്കറിയാം പുഡിങ്ങൊക്കെ കുറേ എടുത്ത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് വെള്ളം ഒലിച്ചിട്ട് ഉണ്ടാകുന്ന കേസസ് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് സിനറസിസ്. അവിടെ നടക്കണമെന്ന് വെച്ചാൽ ഓൾറെഡി അബ്സോർബ് ചെയ്ത് വെച്ച ആ ഒരു ജെല്ലായിട്ട് നിന്ന സമയത്ത് അബ്സോർബ് ചെയ്ത വെള്ളം മൊത്തം ഇത് ബോൺസൊക്കെ ഫോം ചെയ്താന്ന് വെച്ചാൽ 3D സ്ട്രക്ചർ ഒന്നും കൂടി ടൈറ്റായി അതിൽ നിന്നുള്ള വെള്ളത്തിന് പുറം തള്ളി. ഓക്കെ, അങ്ങനത്തെ കേസിലാണ് സിനറസിസ് നടക്കുക. ഒന്നുകൂടി ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഈ വാട്ടർ മോളിക്യൂൾസിന് ഇതൊക്കെ ഒന്നും കൂടി തിക്കായി ഈ സ്പേസസൊക്കെ ചുരുങ്ങി വന്നാൽ സ്വാഭാവികമായിട്ട് ആ വെള്ളത്തിനൊക്കെ പുറം തള്ളും. ഓക്കെ, അങ്ങനെ പുറം തള്ളിയിട്ടുള്ള കേസാണ് സിനറസിസ്. സോ ഇതാണ് നമ്മുടെ സ്റ്റാർച്ചിൻ്റെ കേസസ്. ഇവിടെ ഇപ്പോൾ പുഡിങ്ങിൻ്റെ കേസ്, ഇതിപ്പോൾ കാരമൽ പുഡിങ്ങാണ്, അത് നോക്കണ്ട. അതല്ലാണ്ട് പുഡിങ്ങിൻ്റെ കേസിൽ ഇതുപോലെ വെള്ളം അക്യുമുലേറ്റ് ചെയ്ത് വരും. ജെല്ലി ആണെങ്കിലും ചില സമയത്ത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കാണാറുണ്ട്. ഓക്കെ, സോ ഇതാണ് 3 സ്റ്റേജ്. ഇനി അതിന് ശേഷം എന്നതാണ് പാർട്ട് നമുക്ക് നോക്കാനുള്ളത് ഡ്രൈ ഹീറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡെക്സ്ട്രിനൈസേഷൻ പറയും. എന്നുവെച്ചാൽ ഇതുവരെയായിട്ട് നമ്മൾ മോയിസ്റ്റ് ഹീറ്റിൻ്റെ കേസസാണ് വന്നത്. ഓക്കെ, വാട്ടർ അബ്സോർബ് ചെയ്തിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ സ്റ്റേജസ് പറഞ്ഞു. ജെലാറ്റിനൈസേഷൻ, ജെലേഷൻ, റിട്രോഗ്രഡേഷൻ ആൻഡ് സിനറസിസ് ആണ് ലാസ്റ്റ് സ്റ്റേജ്. ഇനി എന്നത് ഡ്രൈ ഹീറ്റിൻ്റെ എഫക്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഡെക്സ്ട്രിനൈസേഷൻ എന്നുള്ള പ്രോസസ്സാണ്. ഇവിടെ സ്റ്റാർച്ച് പ്രൊഡക്റ്റ് വെൻ സബ്ജക്റ്റഡ് ടു ഡ്രൈ ഹീറ്റ് ദി കാർബോഹൈഡ്രേറ്റ് കോമ്പൗണ്ട്സ് കോൾഡ് ദി ഡെക്സ്ട്രിൻസ് ആർ ഫോം. ആ സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഡെക്സ്ട്രിൻ ഫോം ചെയ്യും. And when it is dissolved in water, it has a sweet taste, color and flavor also is changed. Okay, അപ്പോൾ ഇവിടെ ഈ തിക്കനിങ് പവർ ഒന്നും കൂടി കുറയാണ് ചെയ്യുക. നല്ല ഡെക്സ്ട്രിനൈസേഷൻ വന്നാൽ നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് നടന്നിട്ട് ബേൺഡ് അല്ലെങ്കിൽ ടോസ്റ്റഡ് ഫ്ലേവർ ഡെവലപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ
നമ്മുടെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തിട്ടുള്ള കേസസ്. ഓക്കെ, ഒന്നുകൂടി ബേൺഡ് ആയിട്ടുള്ള നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് ആണ് നടക്കണത്. അവിടെ എൻസൈമിൻ്റെ ആക്ഷൻ വരുന്നില്ല, അല്ലാണ്ടുള്ള ബ്രൗണിങ് റിയാക്ഷനാണ് നടക്കണത്. എൻസൈമാറ്റിക് ബ്രൗണിങ് ഉണ്ട്, നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് ഉണ്ട് കേട്ടോ. എൻസൈമാറ്റിക് ബ്രൗണിങ് ആണ് നമ്മൾ ആപ്പിളൊക്കെ ചെത്തിയിട്ടുള്ള ആ ബ്രൗണിങ് റിയാക്ഷൻ. അത് ആപ്പിളിലുള്ള എൻസൈംസ് ഓക്സിഡേഷൻ നടന്നിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെ ഹീറ്റ് കൊണ്ട് നടക്കണ ബ്രൗണിങ് ആണുള്ളത്. ഒന്നുകൂടി ടോസ്റ്റഡ് ഫ്ലേവർ ആണ് ഡെവലപ്പ് ചെയ്യുക. ഡ്രൈ ഡെക്സ്ട്രീൻസ് അതേപോലെ പൈറോ ഡെക്സ്ട്രീൻസ് ആണ് ഇവിടെ ഫോം ചെയ്യുക, എസ്പെഷ്യലി അറ്റ് ദി ക്രസ്റ്റ് ഓഫ് ദി ബേക്ക്ഡ് ഫ്ലോർ, അല്ലെങ്കിൽ ആ ബേക്ക്ഡ് സാധനത്തിൻ്റെ ക്രസ്റ്റിൽ പുറം ഭാഗത്താണ് ഒന്നും കൂടിയും ഈ ഡെക്സ്ട്രീൻസ് ഫോം ചെയ്യുക. അതുകൊണ്ടാണ് അതിന് ബ്രൗണിഷ് കളറൊക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ചപ്പാത്തീസ് ആൻഡ് ബ്രെഡ് ടോസ്റ്റ്. പ്ലസ് ഇനി അടുത്തതാണ് റോസ്റ്റിങ്. ഇത് റവ, റൈസ്, ദാൽസ്, നട്ട്സിലൊക്കെ നമ്മൾ ചെയ്യും. ഈ ബ്രൗണിഷ് കളർ വരാൻ മെയിനായിട്ടുള്ള റീസൺ അതാണ്. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ട് നമുക്ക് വരുന്നത് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ്റെ റിയാക്ഷനാണ്. നമുക്ക് പിന്നീട് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സിറിയൽ കുക്കറിയിൽ വരുന്ന ചേഞ്ചസ്. ജെലൈറ്റിനൈസേഷൻ നമ്മൾ പറഞ്ഞു, അത് മോയ്സ്റ്റ് ഹീറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് വരുന്നതാണ്. ജെലേഷൻ അതിൻ്റെ അടുത്ത സ്റ്റേജ്. അതിനുശേഷം റെട്രോഗ്രഡേഷൻ, ഒന്നും കൂടി തിക്കായിട്ട് ബ്രിട്ടിലായിട്ട് വരുന്ന സ്റ്റെയിലിംഗ് ഓഫ് ബ്രെഡ് ആൻഡ് ചപ്പാത്തീസിൻ്റെ ഒരു റീസണാണ് റെട്രോഗ്രഡേഷൻ. ദെൻ ദി വീപ്പിംഗ് ഓഫ് ജെൽ ഹാപ്പൻസ്, ദി വാട്ടർ മോളിക്യൂൾസ് ഗെറ്റ് എജക്റ്റഡ് ഔട്ട്. ആൻഡ് ഡ്രൈ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വെച്ചാൽ ഈ സ്റ്റാർച്ചിന്മേ ഒന്നും കൂടി ഡ്രൈ ഹീറ്റ് കൊടുക്കുമ്പോൾ, വിത്തൗട്ട് വാട്ടർ കൊടുക്കുമ്പോൾ ആളൊന്നും കൂടിയും റോസ്റ്റായിട്ട് ടോസ്റ്റഡ് ഫ്ലേവർ വന്നിട്ട് ഒന്നും കൂടി നല്ല ടേസ്റ്റും സ്വീറ്റ് ടേസ്റ്റും കളറും ഫ്ലേവറൊക്കെ മാറുന്നുണ്ട്. ലൈക്ക് ഇൻ ദി റോസ്റ്റിംഗ് ഓഫ് റവ ഓർ ദാൽസ് ആൻഡ് നട്ട്സ്. പിന്നെ കോൺ സ്റ്റാർച്ചിൻ്റെ കേസിലാണ് ഇങ്ങനെ റോസ്റ്റഡ് കോൺ വരുന്നത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ടേസ്റ്റ് മാറുന്നതൊക്കെ ഇതിൻ്റെ കേസ് കൊണ്ട്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് ക്ലാസ്. പ്രിപ്പയർ യുവർ നോട്ട്സ് ആൻഡ് താങ്ക് യു.